അയൽപ്പക്കക്കാരെ മറന്നുകൊണ്ട് ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് അശ്ലീലമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. ഞങ്ങൾ ശക്തരായ ആളുകൾ ദുർബലരെ അടിച്ചമർത്തിയിട്ട് ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലാത്തൊരു സമുദായത്തിലായിരുന്നു ഞങ്ങൾ വളർന്നിരുന്നത്. അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾക്കിടയിൽ 40 വർഷം സുസമ്മതനായി വിശ്വസ്തനായി ആർക്കും ഒന്നും പറയാനില്ലാതെ വ്യക്തിത്വം കൊണ്ട് വളരെയേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങൾക്കിടയിൽ പ്രവാചക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട പ്രവാചകരെ ഞങ്ങളെ ഉത്ബോധനത്തിന് വേണ്ടി, ഞങ്ങൾ ഉത്ബുദ്ധരാക്കപ്പെടാൻ വേണ്ടിയിട്ട് നിയോഗിക്കുകയാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് ആ പ്രവാചകർ വന്നിട്ട് സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞു തന്നപ്പോൾ ആ പ്രവാചകൻ ഞങ്ങളോട് ബന്ധങ്ങൾ ചേർക്കുവാനും അശ്ലീലതകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും തെറ്റുകളും തോന്നിവാസങ്ങളും അവസാനിപ്പിക്കുവാനും ഒരേ മനുഷ്യരായി ഒരേ ചിന്തയുള്ളവരായി റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുവാനുമുള്ള ആജ്ഞകളും അതുപോലെ തന്നെ ഉപദേശങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടിട്ട് ഞങ്ങളൊക്കെ നല്ല ആളുകളായി. അതൊക്കെ ഒരു കൂട്ടം ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇവർക്ക് ഇന്നും ഞങ്ങൾ അജ്ഞതയിലും അന്ധകാരത്തിലും കൂപ്പുകുത്തി ജീവിക്കണമെന്നാണ് താല്പര്യമുള്ളത്. അതുകൊണ്ടാണ് അവർ ഞങ്ങളെ പിറകെ വീണ്ടും വീണ്ടും കൂടുന്നത് രാജാവ് എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ചു, എങ്കിൽ ആ പ്രവാചകൻ കൊണ്ടുവന്ന വല്ലതും നിങ്ങൾ അടുക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനരാകുന്ന ജഅഫർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ മറിയമിലെ ആദ്യ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നജാശി എന്ന രാജാവ്, എത്യോപ്യക്കാരനായ രാജാവ് പറഞ്ഞു,